വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരിൽ തിരിച്ചറിയാത്ത ആളുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. അതിനുവേണ്ടി പുത്തുമലയിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഭൂമിയിൽ കൂട്ടത്തോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുകയാണ്. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് മൃതദേഹങ്ങൾ ഓരോന്നായി കൊണ്ടുവരികയാണ്. ഇന്ന് 8 മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്നുള്ളതാണ് ഏറ്റവും അവസാനം വന്ന തീരുമാനം. നേരത്തെ 32 മൃതദേഹങ്ങൾ എത്തിച്ച് സംസ്കരിക്കും എന്നുള്ളതായിരുന്നു അറിയിപ്പ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. 8 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. രഘുനാഥ് നാരായണൻ നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, ഈ സമയം സംബന്ധിച്ച് അവിടെ അറിയിപ്പുകൾ കിട്ടുന്നുണ്ടോ? മൃതദേഹം അവിടെ നിന്ന് വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് അവിടെ നിന്ന് ഇവിടെ എത്താനുള്ള സമയം മാത്രമേ ഉള്ളൂ. മറ്റ് നടപടിക്രമങ്ങളൊന്നുമില്ല. ഇവിടെ മൃതദേഹം എത്തിച്ചാൽ അവിടെ ആ പന്തലിൽ ടേബിളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പൊതുദർശനം നടക്കും. അതിനുശേഷം സർവ്വമത പ്രാർത്ഥന. അതിനുശേഷം ഈ കാണുന്ന കുഴികളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കും. 32 കുഴികളാണ് നിലവിൽ എടുത്തിട്ടുള്ളത്. ഒരു റോയിൽ 10 വീതമുള്ള 3 റോയും പിന്നീട് താഴെ ഒരു 3 കുഴിയും എടുത്തിട്ടുണ്ട്. 28ഓളം മൃതദേഹങ്ങൾ മാത്രമാണ് ഒരു മൃതദേഹം എന്ന രീതിയിൽ, ഒരു മനുഷ്യൻ്റെ ശരീരം എന്ന് തോന്നുന്ന രീതിയിലുള്ളത്. അതിൻ്റെ മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ആ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയാണ് കുഴി. ഇതിനുശേഷം മറ്റ് ശരീരാവശിഷ്ടങ്ങൾ, കരൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയാണ് മറ്റു കുഴികളും എടുത്തിരിക്കുന്നത്. ശരീരാവശിഷ്ടങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടതെന്ന് തീരുമാനമെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ബന്ധുക്കളോടൊക്കെ ആലോചിച്ച ശേഷം പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ തീരുമാനിച്ചായിരിക്കും അതിൻ്റെ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുക. 32 ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ മൃതദേഹാവശിഷ്ടങ്ങളും ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് ആദ്യമേ നമുക്ക് ലഭ്യമായിരുന്ന വിവരം. സന്നദ്ധ പ്രവർത്തകരോടും റവന്യൂ ഉദ്യോഗസ്ഥർ അത്തരത്തിലാണ് സംസാരിച്ചത്. ഇവിടെ കുഴി പൂർത്തിയാക്കിയ ശേഷം വിവരം അറിയിക്കാനായിരുന്നു സന്നദ്ധ പ്രവർത്തകരോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗതയിൽ തന്നെ 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകർ, വിവിധ മത, സാമുദായിക, രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട യുവാക്കൾ ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി കൈയും മെയ്യും മറന്ന് അതിവേഗതയിൽ ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാട് മൂടിയിരുന്ന ഒരു പ്രദേശം 2-3 മണിക്കൂറുകൾ കൊണ്ട് ഒരു മരിച്ചവർക്ക് അന്ത്യവിശ്രമം ഒരുക്കാൻ പറ്റുന്നുള്ളൊരു ഒരു ശ്മശാനമായി മാറിയത്. ആ ജോലികളൊക്കെ പൂർത്തിയാക്കി സന്നദ്ധ പ്രവർത്തകർ ഇവിടെ കാത്തിരിക്കുകയാണ്. മാസ്കും കയ്യുറയും ഒക്കെ ധരിച്ചുകൊണ്ട് മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 8 മൃതദേഹങ്ങൾ മാത്രം വിട്ടു നൽകാൻ മതി എന്നുള്ള അവസാനമെടുത്ത തീരുമാനം. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന പഞ്ചായത്ത് മെമ്പർ അടക്കം 2-3 പഞ്ചായത്ത് മെമ്പർ അടക്കം നമ്മളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ഒരു മൃതശരീരം എന്ന് തോന്നുന്ന രീതിയിലുള്ള 30-നടുത്ത് മൃതദേഹങ്ങളുണ്ട്. അവ ഓരോ കുഴിയിലും മറ്റ് ശരീരാവശിഷ്ടങ്ങൾ ഒന്നിച്ചോ അല്ലെങ്കിൽ 2-3 കുഴികളിലായിട്ട് സംസ്കരിക്കാം എന്നുള്ളൊരു ധാരണയായിരുന്നു നിലവിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ദുരന്തത്തിൽ മരിച്ചവരാണ്. ആ മരിച്ചവർ ആരൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഇപ്പോഴും ദുരന്തബാധിത മേഖലയിൽ ആളുകൾ അലയുന്നുണ്ട്, തങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർ അതിനടിയിലുണ്ട്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് മനുഷ്യർ കഴിയുന്നത്. അതുകൊണ്ടുകൂടിയാകാം ഈ മൃതദേഹം ഒരുപക്ഷെ സംസ്കരിച്ചാൽ പിന്നീട് ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു വിവാദത്തിലേക്കും തർക്കത്തിലേക്കും ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം മൃതദേഹം കുറച്ച് ദിവസം കൂടി മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നലെ സർവകക്ഷി യോഗത്തിൽ, മേപ്പാടി പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനം മൃതദേഹങ്ങൾ വേഗത്തിൽ സംസ്കരിക്കാം. കാരണം ഒന്നാമത് ദുരന്തത്തിൽ മരിച്ചവരാണ്. ആ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങൾ ദീർഘനാൾ മോർച്ചറിയിൽ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെ ഏറെ ശ്രമകരമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, മൃതദേഹം മോർച്ചറിയിലാണെങ്കിൽ പോലും അതിന് ഘടനയ്ക്കൊക്കെ മാറ്റം വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മൃതദേഹം ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പൊതു ഇടത്ത്, ശ്മശാനമില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു പൊതു ഇടത്ത് സംസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് മുൻപ് പുത്തുമല ദുരന്തമുണ്ടായ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൻ്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി റവന്യൂ വകുപ്പും പഞ്ചായത്തും ഒക്കെ ഇടപെട്ട് അവരുടെ അനുവാദം വാങ്ങുകയും ഇത് പിന്നീട് പഞ്ചായത്തിന് ഇത് കൈകാര്യം ചെയ്യാനുള്ള NOC ഒക്കെ നൽകിയിട്ടുണ്ട്. കാരണം ഭാവിയിൽ ഈ ഇവിടെ അടക്കിയ അല്ലെങ്കിൽ ബന്ധുക്കളുടേതെന്ന് വിശ്വസിച്ച് അടക്കിയ ആളുകൾക്ക് അവരുടെ ഓർമ്മ പുതുക്കാനും മറ്റും ഇവിടെ എത്തേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യം കൂടി ഒരുക്കും എന്നുള്ളതാണ് പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കൂട്ടത്തോടുകൂടി സംസ്കരിച്ചവർക്കൊരു സ്മാരകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് പരിഗണിക്കും എന്നുള്ളതാണ്. കാരണം അതൊക്കെ വലിയ സാമ്പത്തിക വേണ്ടിയ കാര്യങ്ങളാണ്. അത് അവരുടെ ഒരു മനസ്സുകൊണ്ട് ഇപ്പോഴത്തെ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. അവർക്ക് ഉചിതമായ ഒരു സ്മാരകം പണിഞ്ഞാൽ നല്ലതെന്നും എല്ലാ കാലത്തും അവരെ ഓർമ്മിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് മൃതദേഹം അവസാനമായി
തങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതാണെന്ന് പോലും കരുതാൻ പറ്റാത്ത രീതിയിൽ അന്ത്യോപചാരം നൽകിയ ആളുകൾക്ക് അതൊരു ആശ്വാസമായി. എപ്പോഴെങ്കിലും അവർ ഇവിടെ വരുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ ഇവിടെ ഉറങ്ങുന്നുണ്ട്, അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് അന്ത്യോപചാരം അർപ്പിച്ചതെങ്കിലും അവർക്ക് ഉചിതമായൊരു സ്മാരകം ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി തന്നെ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ, ദുഃഖകരമായ സങ്കടകരമായ ഓർമ്മകളാണെങ്കിൽ പോലും അതിൽ ഒരു ആശ്വാസവും ഒരു ഒത്തിരി സന്തോഷവും കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെയാണ് എന്തായാലും മൃതദേഹങ്ങൾ എത്തിച്ചാൽ അതിവേഗതയിൽ തന്നെ ചടങ്ങുകൾ തുടങ്ങും. അതിന് മൃതദേഹം പൊതുദർശനത്തിനുള്ള പന്തൽ തയ്യാറായിട്ടുണ്ട്. മതപുരോഹിതർ ഇവിടെ എത്തിയിട്ടുണ്ട്. സർവമത പ്രാർത്ഥന, അതിനുശേഷം ഈ കാണുന്ന കുഴികളിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും മണ്ണുമാന്തി യന്ത്രം വരുന്നുണ്ട്. ഒരു പക്ഷേ ഈ ആവശ്യമില്ലാത്ത കുഴികൾ മൂടാൻ വേണ്ടിയായിരിക്കാം. എന്താണ് ജോജി നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അതെ, ഒരു കുഴിയെടുക്കാൻ പോവുകയാണോ അതോ കുഴി മൂടാൻ പോവുകയാണോ എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തായാലും എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ തന്നെ എല്ലാവരും സജ്ജരാണിവിടെ. മൃതദേഹങ്ങൾ എത്തിച്ചാൽ അതിവേഗതയിൽ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്.